ജൂണിൽ കല്യാണം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ജൂണിൽ കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം യൂഷ്വലി ഈ ഒരു മഴക്കാലത്ത് കല്യാണം വെക്കുന്നതിൽ കുറച്ച് പേർക്ക് എതിർപ്പുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിലുള്ളവർ ചിങ്ങം വരയിൽ 2 മാസം കഴിഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. മോസ്റ്റ്ലി സെപ്റ്റംബറിലായിരിക്കും. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്തായാലും ജൂണിൽ ഈ ഒരു കാര്യം കാരണം ഞാൻ ജസ്റ്റ് നിങ്ങൾ അറിയിക്കാനായിരുന്നു. ഓക്കെ, താങ്ക് യു. കല്യാണത്തിൻ്റെ ഡേറ്റ് ജൂണിലായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ജൂണിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയം തന്നെയായിരുന്നു. കാരണം മഴക്കാലമാണ് പ്രത്യേകിച്ച്. അതുപോലെ 2 മാസം കൂടെ കഴിഞ്ഞ് ചിങ്ങം പിറങ്ങിയത്. ഏത് മുഹൂർത്തത്തിനും പലപ്പോഴും ചിങ്ങമാണ് സാധാരണ തിരഞ്ഞെടുക്കുന്നതല്ലേ. അതുതന്നെയാണ് ഡോക്ടറും അതുതന്നെയാണ് പറഞ്ഞത്. സെപ്റ്റംബറിലായിരിക്കും കല്യാണം. മഴയൊക്കെ ആണെങ്കിൽ ആ പണി ആരംഭമായിരിക്കും. അതും പ്രത്യേകിച്ച് ഡോക്ടർ റോബിൻ്റെ നിശ്ചയമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്ത് ജനക്കൂട്ടമാണ്. അപ്പം പ്രത്യേകിച്ച് കല്യാണം കൂടെ ആയി കഴിയുമ്പം ആൾക്കാരുടെ എണ്ണം കൂടും, ക്യാമറമാന്മാരുടെ എണ്ണം കൂടും, യൂട്യൂബ് ചാനലുകളെല്ലാം പോവുകയും അപ്പം കല്യാണമൊക്കെ ആരംഭമാകാനാണ് സാധ്യത, മഴക്കാലമായതുകൊണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ സെപ്റ്റംബറിലായിരിക്കും കല്യാണം എന്നുള്ളത് ഡോക്ടർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡോക്ടറുമായിട്ട് മാധ്യമങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞു. അത് പാടപ്പാടെ നമുക്കിടാം. അപ്പം കാലത്തിൻ്റെ ഒരു നീതിയുണ്ട്. ഒരു സത്യം നമ്മൾ എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും എന്നാണ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഡോക്ടർ ഒരു കൊല്ലം മുമ്പ് ബിഗ് ബോസിൽ പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോഴേ ചില സത്യങ്ങൾ നമ്മളോട് തുറന്നു പറഞ്ഞു. ആ സത്യങ്ങൾ അംഗീകരിക്കാൻ പലർക്കും മടിയായിരുന്നു. മടി തന്നെയല്ല, അത് പലരും ഇടപെട്ട് ആ സത്യങ്ങൾ വിളിച്ചു പോകരുത് എന്ന് വിചാരിച്ചു. പക്ഷേ ഓരോരുത്തരായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു പറയാൻ 1000 ആൾക്കാരുണ്ടാവും. ധൈര്യം ഉണ്ടാകുന്നത് ആ ഒരുത്തൻ വിളിച്ചു പറയുന്ന സത്യം അത് ഉറക്കെ പറയാൻ അനേകായിരങ്ങൾ തയ്യാറാകും. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 കൊല്ലം മുമ്പ് ഡോക്ടർ റൂബിൻ പറഞ്ഞ സത്യം ഇപ്പോൾ ഫിബിൻ പറയുന്നു, അഖിൽമാരാർ പറയുന്നു, പോളിഫിറോഫ് പറയുന്നു, അങ്ങനെ നിരവധി പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സത്യം ജയിക്കട്ടെ അല്ലേ? സത്യം അതെന്നായാലും ജയിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടി കാലം തെളിയിച്ചിരിക്കുകയാണ് ഡോക്ടർ റൂബിൻ തന്നെയായിരുന്നു ശരി എന്നുള്ളത്.